അറിവ് പറഞ്ഞു തന്ന അധ്യാപകരും ജ്ഞാനം പകർന്നു തന്ന ഗുരുക്കന്മാരും. ഈ ചിന്ത പങ്കുവച്ചപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, മൂന്നാമത് ഒരു കൂട്ടരും കൂടെയുണ്ട്, അവരെക്കുറിച്ച് കൂടെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 3 തരം അധ്യാപകരുണ്ട്. ഒന്ന്, അറിവ് പറഞ്ഞു തരുന്നവർ. രണ്ടാമത്തേത് ജ്ഞാനം പകർന്നു തരുന്നവർ. മൂന്നാമത്തേത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കരുത് എന്ന് തൻ്റെ ജീവിതം കൊണ്ട് പ്രകടിപ്പിക്കുന്നവർ, കാണിച്ചു തരുന്നവർ. അപ്പം അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കളും ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കരുത് എന്ന് പഠിച്ചത് ചില അധ്യാപകരിലൂടെയാണ്. കാര്യം അത് വളരെ സർക്കാസ്റ്റിക്കായിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യവുമാണ്. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ കാലഘട്ടത്തിൽ. അധികാരികളോട് എന്താ പറയുക, റോങ് എക്സാമ്പിൾ അല്ലെങ്കിൽ ബാഡ് എക്സാമ്പിൾ അതുമൂലം വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ പരാതി പറയുമ്പോൾ പലപ്പോഴും ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് അവലാതിപ്പെടുകയോ പരാതിപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരാൾ എങ്ങനെ ആയിരിക്കരുത് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന ചിത്രമായിട്ട് തന്നെ അതിനെക്കുറിച്ച് കണ്ടാൽ മതി. ഒന്ന്. രണ്ടാമത്തെ, ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്ന് അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വിളി കൂടിയാണ് നിങ്ങൾക്കത്. അപ്പോൾ നമ്മളെ വെല്ലുവിളിക്കാനായിട്ട് കിട്ടിയ ഒരു അവസരമായിട്ട് അതിനെ കാണാവുള്ളൂ എന്ന് ഞാൻ അവരോട് പറയണ്ടേ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ചിന്ത നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞ മാതിരി നമ്മൾ അകലെ നിന്ന് പൂജിക്കുന്ന പല വിഗ്രഹങ്ങളും അടുത്ത് വരുമ്പോൾ ഉടഞ്ഞു പോകുന്നതാണ് ഇന്നത്തെ ദയനീയമായ കാഴ്ച എന്ന് അദ്ദേഹം ഒരിക്കൽ പറയണ്ടേ. അതൊരു വശം. രണ്ടാമത്തെ വശം, നാം പ്രതീക്ഷിക്കുന്ന ഉത്തുംഗ ശൃംഗങ്ങളിലുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരുപാട് ഹൈറ്റ് അത് കാണാൻ സാധിക്കാത്തതിൻ്റെ വലിയൊരു വേദന. ഇത് രണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ എങ്ങനെ ആയിരിക്കരുത് എന്ന് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന അവരെ കണ്ടിട്ട് നമ്മൾ അവരെങ്ങനെ ആയിരിക്കണമെന്ന് അവരുടെ മുമ്പിൽ ജീവിക്കാനായിട്ടുള്ളൊരു വിളിയായിട്ടാണ്. ഞാൻ കുട്ടികളോടും പറയാറുണ്ട്, ഇഫ് യു ഫൈൻഡ് യുവർ പേരൻസ് നോട്ട് യുവർ എക്സ്പെക്റ്റേഷൻ, യു ലിവ് യുവർ ലൈഫ് ആൻഡ് ഷോ ദം ഹൗ ദേ ഷുഡ് ബി. അതൊരു വലിയ വിളിയാണ്. കാരണം ഇന്ന് നമുക്ക് പേരൻസിനോ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കോ ഒന്നും കഴിയാൻ പറ്റാതെ പോകുന്ന 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. ഒന്ന്, തങ്ങളുടെ കീഴിലുള്ളവരോട് അല്ലെങ്കിൽ തങ്ങളുടെ പിന്നാലെ വരുന്നവരോട് ലുക്ക് അറ്റ് മീ, എൻ്റെ നേരെ നോക്കാൻ പറയാനുള്ള ധാർമ്മിക ബലമില്ല. രണ്ടാമത്തെ, ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറയാനായിട്ടുള്ള ധാർമ്മിക ബലവും ഇല്ല. അപ്പം ലുക്ക് അറ്റ് അസ് ആൻഡ് ഫോളോ അസ് എന്ന് പറയാനായിട്ട് ഏത് അധികാരികൾക്കോ അല്ലെങ്കിൽ സമൂഹത്തെ നേരെ വഴിക്ക് നയിക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്കോ കഴിയാതെ പോകുന്നു എന്നുള്ള ഒരു ദുരവസ്ഥ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഈ പ്രസ്ഥാനങ്ങളെന്നും എങ്ങനെയായിരിക്കണം ഐഡിയൽ ആയിട്ടുള്ള നേതാക്കന്മാർ എന്നും ജീവിച്ച് കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. അവരെ കണ്ടിട്ട് മനസ്സ് മടുക്കാനോ അവരെ കണ്ടിട്ട് അവരുടെ ബാഡ് ഓർ റോങ് എക്സാമ്പിൾസ് ഫോളോ ചെയ്യാനോ അല്ല എൻ്റെ വിളി. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയാണ്. എങ്ങനെ ആയിരിക്കരുത് ഞാനെന്നും എങ്ങനെ ആവണം ഒരു നല്ല മനുഷ്യനെന്നും ജീവിച്ച് കാണിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു വെല്ലുവിളി. ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട്
ഇന്ന് നമ്മുടെ മുമ്പിൽ നാം കണ്ടുമുട്ടുന്നവരുടെ മുമ്പിൽ നാം നമ്മെ സ്വാധീനിക്കുന്നവരുടെ മുമ്പിലോ നാം സ്വാധീനിക്കുന്നവരുടെ മുമ്പിലോ നമ്മുടെ കൂടെയുള്ളവരുടെ മുമ്പിലോ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു നല്ല മനസ്സും നല്ല ജീവിതവും നല്ല പ്രവൃത്തിയും നല്ല ചിന്തകളും നമ്മുടെ മനസ്സിലും ജീവിതത്തിലും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.